കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മൊത്തം നമ്മുടെ മനസ്സിന് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോ നാട്ടിലാണെങ്കിലും വയനാട്ടിൽ അത്രയും വലിയൊരു പ്രശ്നം നടന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇവിടെ നോക്കിയാലും ഇവിടെ നിന്നും പല ഭാഗത്തു നിന്നും വരുന്നത് അത്ര നല്ല വാർത്തകളൊന്നുമല്ല. ഇപ്പൊ മൊത്തത്തിലൊരു ഉള്ളൊരു സമയത്തെ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ നാട്ടിലെ സംഭവത്തിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ഇവിടേക്ക് ഇരുന്നുകൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഫിനാൻഷ്യലി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ എല്ലാവരും അവനവൻ എന്താണോ ഒരു വിശ്വാസം തോന്നുന്ന സോഴ്സ് ഏതാണോ അതുവഴി നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോ നമ്മൾ പല ഭാഗത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് പല പ്രൊട്ടസ്റ്റുകളും നടക്കുന്നതിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറെ തവണ ആലോചിച്ചത്. വെറുതെ എല്ലാരെയും പാനിക്കാക്കണ്ടല്ലോ എന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായത്. പിന്നെ ഇന്ന് വന്ന് ജസ്റ്റ് ന്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ നാട്ടിൽ ന്യൂസ് വെച്ചാലും അതിലും നമ്മള് കേൾക്കുന്നത് ഇവിടെ എന്തോ ലഹള പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്ക് തോന്നി, ഓക്കെ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പൊ നാട്ടിലൊക്കെ ഇരുന്നാണെങ്കിലും നമ്മുടെ പേരൻസ് ഒക്കെ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടായിരിക്കുമല്ലോ, ഈ ന്യൂസുകളെല്ലാം കാണുന്നുണ്ടാവും. അപ്പൊ അവരും പാനിക്കാവുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയൊരു ഭീകരാന്തരീക്ഷം ഒന്നും അല്ല ഇവിടെ ഉള്ളത്. അങ്ങനെ ഇപ്പൊ നാട്ടിലൊക്കെ ഇരുന്ന് ഈ ന്യൂസ് എല്ലാം കാണുന്നവരെ അങ്ങനെ പാനിക്കാവേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ചും കൂടെ കെയർഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പൊ മെയിനായിട്ടും സിറ്റികൾ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൊട്ടസ്റ്റുകളെല്ലാം നടക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ എല്ലാം ഒരു സോഴ്സ് എന്ന് പറയുന്നത് സൗത്ത് പോർട്ടിൽ നടന്ന ഒരു ഇഷ്യൂ ആണ്. അത് ഫസ്റ്റ് പുറത്തു വന്ന ന്യൂസുകളെല്ലാം ഒരു കറക്റ്റായ ന്യൂസുകളല്ല, കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായി. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ബാക്കി പ്രശ്നങ്ങളെല്ലാം നടന്നത്. ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാല്, മെയിൻ ആയിട്ട് നമ്മള് ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റുകള് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ താമസിപ്പിക്കുന്ന കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പൊ അവിടേക്ക് മെയിൻ ആയിട്ടും പ്രൊട്ടസ്റ്റുകള് കടന്നു ചെല്ലുകയും അവിടെ തല്ലി തകർക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറ്റി സെന്ററുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നോട്ടിംഗ്ഹാമിലായിക്കോട്ടെ, ഈയിടെ ഇപ്പം റോദർഹാമില് ഇഷ്യൂ ഉണ്ടായി, നമ്മളത് ന്യൂസിൽ കണ്ടിരുന്നു. അങ്ങനെ സിറ്റി സെന്ററുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് കൂടുതലായിട്ടും പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത്. നമ്മൾ ഔട്ട് സൈഡിലേക്ക് എന്ന് കഴിയുമ്പോൾ അത്ര വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഔട്ട് സൈഡ് ഏരിയയിലാണ്, ഡെർബിയിലാണ്. ഇവിടെ ഞങ്ങൾ അങ്ങനെ പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും ഒന്നും കണ്ടില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം നോട്ടിംഗ്ഹാം ഏരിയയിലും ഒക്കെ കണ്ടിരുന്നു. അപ്പം പക്ഷെ അതേസമയം ഇതുപോലെ പ്രശ്നങ്ങൾ എതിരെ നടക്കുന്നുണ്ടെങ്കിലും അതേ സമയം തന്നെ ഈ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടും മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കറിയില്ല നമ്മുടെ നേരെ വരുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ ചിന്താഗതി എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഒരാളാണ് നമ്മുടെ നേരെ വരുന്നതെങ്കിൽ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അവര് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ്. പക്ഷെ നമ്മളൊക്കെ മൈഗ്രൻസ് തന്നെയാണ്. അപ്പൊ ഒരാൾ വരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഒരു കൂട്ടാൾ വന്നാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം മാക്സിമം കെയർഫുൾ ആയിട്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പോ ഓൾമോസ്റ്റ് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് നമ്മുടെ നാട്ടിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. മാക്സിമം അതൊക്കെ ഒഴിവാക്കുക. നമ്മളിപ്പോ വേറൊരു രാജ്യത്താണ് നിൽക്കുന്നത്, ഇവിടുത്തെ കൾച്ചർ വേറെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. ഫുള്ളായിട്ട് അഡോപ്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ കാര്യം. പക്ഷെ നമ്മൾ ഇതിനെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ നടക്കുന്ന അതേ ഒരു ഫ്രീഡത്തില് അതേ നമ്മുടെ കൾച്ചർ അതേപടി എക്സ്പ്രസ് ചെയ്ത് നടക്കാൻ പറ്റുമോ എന്നുള്ളത് അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല അത് അത്ര നല്ലൊരു പ്രവണതയാണെന്ന്. നമ്മൾ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഉപയോഗിക്കരുതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലേസിലൊക്കെ നടക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കെയർഫുൾ ആയി നമ്മളിങ്ങനെ ആർത്ത് വിളിച്ച് നമ്മുടെ ലാംഗ്വേജ് സംസാരിച്ചുകൊണ്ട് നടക്കുന്നേക്കാളും ബെറ്റർ ഇവിടുത്തെ ലാംഗ്വേജ് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ നോളിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ നമ്മൾ മാത്രമൊക്കെ ഉള്ളൊരു ഏരിയ അല്ലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു പബ്ലിക്, പ്രത്യേകിച്ച് സിറ്റി സെന്റർ ഏരിയയിലേക്കൂടെയൊക്കെ നടക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കെയർഫുൾ ആവുക. അപ്പോൾ മാക്സിമം എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കാൻ നോക്കുക. നാട്ടിലൊക്കെ ഇരുന്ന് കാണുന്നവർ ഇവിടുത്തെ ഇതൊന്നും കണ്ട് പാനിക്കാവണ്ട. നിങ്ങളിലേക്ക് എത്തുന്ന ന്യൂസുകളിൽ കുറെ എക്സാജറേറ്റ് ചെയ്ത് വരുന്ന ന്യൂസുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ.
അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. അത് നമുക്ക്